ഇതെന്ത് പറ്റി? ജോലിയിൽ നിന്ന് പിരിഞ്ഞപ്പോ ഇങ്ങേർക്ക് ഭ്രാന്ത് പിടിച്ചോ? സ്തുത്യർഹമായ സേവനത്തിന്റെ 30 വർഷങ്ങൾ അവസാനിച്ചു മാധവി. ഹോ ഭാഗ്യം. ഇനി ഇൻസ്പെക്ടർമാരുടെ ചീത്ത വിളി കേൾക്കണ്ടല്ലോ. നീ ഒന്നും ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. ഡിവൈഎസ്പി സദാനന്ദൻ സാർ പ്രസംഗിച്ച എന്താണെന്ന് അറിയാമോ നിനക്ക്? ചാത്തുക്കുട്ടി കോൺസ്റ്റബിളിനെ പോലെ സത്യസന്ധനും കർമ്മനിരതനും ബുദ്ധിമാനും ധീരനുമായ ഒരാളെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ സഹിക്കാനാവുന്നതല്ലെന്ന്. അപ്പോഴും കുളിര് കോരി. ഇപ്പോഴും കുളിര് കോരുന്നു. വല്ലവരും ചാവുമ്പോ മന്ത്രിമാര് ഞെട്ടുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ വെറുതെ കുളിര് കോരേണ്ട ആവശ്യമൊന്നുമില്ല. കാസിന് കൊള്ളാത്തവനാണെങ്കിലും ഒരുത്തം പിരിയാൻ നേരത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് വെറും ഒരു ചടങ്ങാ. ഞാൻ അപ്പുറത്തുനിന്നാ ഇങ്ങോട്ട് വന്നത്. ഇപ്പുറത്തോട്ട് പോയിക്കോട്ടെ. കാശ് കൊടുത്ത് വാങ്ങിച്ചാണോ എന്തോ? ഞാൻ കാശിന് കൊള്ളാത്തവനായിരുന്നെങ്കിൽ തിരുമണ്ടനായ നിന്റെ മകൻ SI പാസ്സാകുമായിരുന്നു. എന്റെ വാക്ക് തട്ടിക്കളയാനാവാത്തോണ്ട് ഡിപ്പാർട്ട്മെന്റ് അവനെ പാസ്സാക്കിയതാ. അറിയാമോ നിനക്ക്? തോക്കാൻ വേണ്ടിയാ അവൻ ടെസ്റ്റ് എഴുതിയത്. എന്ത് തന്നെ വന്നാലും ട്രെയിനിങ്ങിന് പോവില്ലെന്ന് ഇന്നലെ വന്ന കത്തിലും അവൻ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ആഹാ, എന്നാ കേട്ടോ, അവൻ ട്രെയിനിങ്ങിന് പോയില്ലെങ്കിൽ അവന്റെ എല്ലൂരി ഈ ജനവാതിലിന് ഗ്രില്ലിടും ഞാൻ. ഇഷ്ടമില്ലാത്തവനെ പിടിച്ച് നിങ്ങൾ പോലീസിൽ ചേർക്കുന്ന എന്തിനാ? അവന്റെ ഇഷ്ടം ചോദിച്ചിട്ടല്ലല്ലോ അവൻ ഈ ഭൂമിയിൽ ഉണ്ടായത്. ആണോടി? ഛത്രപതി ശിവജി അദ്ദേഹത്തിന് പീരങ്കികളില്ലായിരുന്നു, മെഷീൻ ഗണ്ണുകളില്ലായിരുന്നു. എന്നിട്ടും മലവെള്ളം പോലെ ഇളകിയാർത്തു വന്ന മുഗള സൈന്യത്തെ മുഴുവൻ നേരിട്ടത് അദ്ദേഹത്തിന്റെ ആത്മധൈര്യം കൊണ്ട് മാത്രമായിരുന്നു. ഛത്രപതി ശിവജിയെ പോലെ ധൈര്യം പടവാളായെടുത്ത് രണഭൂമിയിൽ അടരാടിയിട്ടുള്ള വീരയോദ്ധാക്കൾ ലോകചരിത്രത്തിൽ അധികമില്ല. വനാന്തരങ്ങളിൽ ഒളിഞ്ഞിരുന്ന് അപ്രതീക്ഷിതമായി ശത്രുനിരയുടെ നേരെ ചാടി വീണാക്രമിക്കുക, അതായിരുന്നു ആ കാട്ടിലൂടെ യുദ്ധതന്ത്രം. ഛത്രപതി ശിവജിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ഒരിക്കലും ചോർന്നു പോകാത്ത മനോവീര്യം, ധൈര്യം. ധൈര്യമാണ് എല്ലാത്തിലും വലുത്. ഭയം എന്നൊരു വികാരമേ നമുക്കുണ്ടാകാൻ പാടില്ല. ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ആത്മധൈര്യം കൈവിടാൻ പാടില്ല. ധൈര്യം, ധൈര്യത്തെ പറ്റി എനിക്ക് ഒരുപാട് ഇവിടെ എന്താ പാമ്പ്? പാമ്പോ? എവിടെ പാമ്പ്? എവിടെ? തന്നോടാ ചോദിച്ചത് പാമ്പ് എവിടാന്ന്? പാമ്പവിടെ? ആകാശം ഇടിഞ്ഞു വീണാലും ധൈര്യം കൈവിടുന്ന സാർ പറഞ്ഞില്ലേ? എങ്കിൽ സാറിനെ തന്നെ ഒന്ന് പരീക്ഷിച്ച് കളയാൻ ഞാൻ. ക്ലാസ്സിൽ തോന്നിയ ദിവസം കാണിച്ചാലുണ്ടല്ലോ ഞാൻ നിന്നെ ഡിസ്മിസ് ചെയ്ത് കളയും. സന്തോഷം. എന്ത് പറഞ്ഞാ? സാറേ, പ്രിൻസിപ്പൽ സാറേ, സാർ ഇങ്ങോട്ട് വന്നത്. സാർ ഇങ്ങോട്ട് വരാൻ. അങ്ങോട്ട് പറഞ്ഞോട്ടെ സാർ, അങ്ങോട്ട് നടക്കാൻ. പിന്നെ ചുമ്മാ പറഞ്ഞാണല്ലേ? പെട്ടെന്നുള്ള ആവേശത്തിന് ആ പയ്യന് കയറി ഡിസ്മിസ് ചെയ്താ മാസം കിട്ടുന്ന 10-25 രൂപയാണ് നഷ്ടം. പ്രിൻസിപ്പാൾ എന്ന് കരുതിയിട്ട് എന്ത് വിവരത്തോടെ കൂടി ചെയ്യാന്നോ? മാസാമാസം ശമ്പളം ചോദിക്കുമ്പോ കൈമലർത്തി കാണിച്ച് ഞങ്ങൾ ഇട്ടോട് പോകും. തലയോട് പോ. ഓ, നിന്റെ ഒക്കെ ക്ലാസ്സിന് പിന്നെ ഗുണം കൊണ്ടാ കോളേജ് ഈ പരുവത്തിലായത്. കോളേജ് കോളേജ് ഇന്നില്ല, ഇന്ന് വേണം. നാളെ ആവട്ടെ. രാത്രി ഉണ്ണാനുള്ള കാശെങ്കിലും എന്താ? ഉണ്ണണ്ട, ഉച്ചയ്ക്ക് മിഷ്ടാനം ഉണ്ടില്ലേ, അത് മതി. എന്റെ ഉച്ച ഊണായി ഈ കാണുന്നത്. ഇതിനേക്കാളും നല്ല വില തോട്ടി പഠിക്കും പോകുന്നത്. ആ, അതിനേ കൊള്ളത്തുള്ളൂ. അതാക്കോ ഞാൻ മോഹൻദാസാ? എന്താടോ? അയ്യോ, അച്ഛനായിരുന്നു. അച്ഛൻ ഇവിടെ? നീ എന്തിനാ ഓടിയത്? ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? എന്താ വിചാരിച്ചു? ആ, നിന്റെ വിചാരമൊക്കെ മനസ്സിലിരിക്കട്ടെ. ഇവിടുന്ന് സാധനങ്ങൾ വല്ലതും എടുക്കാണ്ടെങ്കിൽ എടുത്തുകൊണ്ട് ഓടിവാ. നമുക്ക് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. എന്നിട്ട് എങ്ങോട്ടാ? എന്റെ മുൻ പിള്ളേരെ പഠിപ്പിച്ച് വായില വെള്ളം പറ്റിച്ചതൊക്കെ മതി.
തോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് എഴുതിയെന്ന് നിന്റെ അമ്മ പറഞ്ഞു. പക്ഷെ നിന്നെ ഞാൻ പാസ്സാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള കത്തും വന്നിട്ടുണ്ട്. ആ ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് വരാഞ്ഞ്. അതുകൊണ്ടാണല്ലോ ഞാൻ ലോഡ്ജിലേക്ക് വന്നത്. എനിക്കിപ്പോ തൽക്കാലം സബ് ഇൻസ്പെക്ടർ ആകണ്ട. തൽക്കാലം ഇൻസ്പെക്ടർ ആവാൻ ഒക്കെയല്ല, ട്രെയിനിങ് കഴിയാതെ. അത് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നില്ലല്ലോ. പോകുന്നുണ്ടല്ലോ. മര്യാദയ്ക്ക് എന്റെ കൂടെ വരുന്നത് നിനക്ക് നല്ലത്. എന്താ നിന്റെ വിചാരം? കഷ്ടപ്പെട്ട് നിന്നെ MA വരെ പഠിപ്പിച്ചത് ഈ തല്ലിപ്പൊളി തൂട്ടോളിൽ കിടന്ന് ജീവിതം നശിപ്പിക്കാനല്ല. ഒരു SIയുടെ ശമ്പള സ്കെയിൽ എന്താണെന്ന് നിനക്കറിയാമോ? വിഡ്ഢി. ആ ശമ്പള സ്കെയിലിന്റെ പ്രശ്നമാണെങ്കിലേ അടുത്ത മാസം മുതൽ 3000 രൂപ തരാൻ എന്നോട് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതേ നിന്നെ പോലെ ഒരു വിഡ്ഢി നിന്റെ വീട്ടിലിരിപ്പുണ്ടല്ലോ, നിന്റെ തള്ള, അവള് വിശ്വസിക്കും. 3000 ഉളുവ പോലും. ഞാൻ വന്ന് കണ്ടല്ലേ നിന്റെ ഊട്ടോറിയല്ലേ? നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. വേണ നിന്നെ കൊണ്ടുപോകാമെന്ന് ഞാൻ നോക്കട്ടെ. കെട്ടി പ്രമാണം ഒന്നും വേണ്ട. കൈവച്ച ആളുകളാണ്. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ വരാച്ചാ. പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ മുറിയിനകത്താണല്ലോ. അയ്യോ എടാ, ഒരു ഭീരു 1000 തവണ മരിക്കും. ധീരൻ ഒറ്റ മരണമേ ഉള്ളൂ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അപകടം പിടിച്ചാണെന്നല്ലേ നിന്റെ പേടി? പേടിയോ? ഞാൻ നിന്നെ കാണാൻ തുടങ്ങിട്ട് എത്ര കാലമായി മോനെ. എനിക്ക് ഓടാൻ വയ്യ, ഞാൻ വയസ്സായതാ. അവിടെ നിക്ക, ഓടി വരുന്ന കയ്യും കാലും ഒന്നും ഓടിക്കരുത് ഞാൻ പറഞ്ഞേക്കാം. മോഹൻദാസാ, മോഹൻദാസ് എടാ അവിടെ നിക്ക, എനിക്ക് ഓടാൻ വയ്യ വയസ്സുകാലത്ത്. എടാ ചെറുപ്പത്തിലായിരുന്നെങ്കിൽ നിന്നെക്കാൾ എംപ്രദവന്മാരെ ഞാൻ പിടിച്ചിട്ടുള്ളതാ. മോഹൻദാസാ, അതെ എന്നെ വെറുതെ വയസ്സുകാലത്ത് ഓടിക്കരുത് ഞാൻ പറഞ്ഞേക്കാം. മോഹൻദാസ്, മോഹൻദാസാ, മോഹൻദാസാ. എന്നാ പിന്നെ നിങ്ങൾ നടന്നോ. ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിച്ചിട്ട് വാടക കൊടുക്കാമെന്ന് തോന്നുന്നില്ല. ഞാൻ പോയി വല്ലവന്റെ ബാഗ് തപ്പട്ടെ. നല്ലതാ. തപ്പുമ്പോ ഇച്ചിരി കൂടുതൽ തപ്പിക്കോ. ഒന്ന് വൃത്തിയായി വെള്ളം അടിച്ച് മാസം രണ്ടായി. അപ്പൊ നാളെ കാണാം. പ്രിൻസിപ്പൽ സാറേ, പ്രിൻസിപ്പൽ സാറേ ഒന്നാ അവിടെ നിൽക്കണേ. ഒരു കാര്യം പറയാനുണ്ട്. വീട്ടിൽ പോയി കണ്ടില്ല, കോളേജിൽ പോയി കണ്ടില്ല. എനിക്ക് എന്റെ മോനെ സബ് ഇൻസ്പെക്ടർ ആക്കണം. നിങ്ങളായിട്ട് അതിന് തടസ്സം നിൽക്കരുത്. നാളെ അവൻ ട്യൂട്ടോറിൽ വന്നു കഴിയുമ്പോൾ ജോലിയില്ലെന്ന് പറഞ്ഞ് വിട്ടേക്കണം. ആ പേടിച്ചു തൂറിയ ഇൻസ്പെക്ടർ ആക്കാൻ തന്നോട് അഭിപ്രായം ചോദിച്ചില്ലല്ലോ. അല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ട്രെയിനിങ്ങിന് സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഒരൊറ്റ ഞെട്ടിലാ അധീരൻ. കത്തിക്കുത്ത് കൊലപാതകം എന്നൊക്കെ വല്ലവരും പറയുന്ന കേട്ടാ മതി. ഇഷ്ടം അപ്പം മൂത്രമൊഴിക്കും. പോവാ. ഇനി അവനെ കോളേജിൽ കയറ്റരുത്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല അതിപ്പോ ഞാൻ പറയുന്നു. അല്ല ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, അതിനുള്ള പണി ഞാൻ നോക്കിക്കോളാം. ക്ലാസ് മുറിയിൽ വന്ന് എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവന്റെ കരണക്കുറ്റി കടിഞ്ഞ് ഞാൻ പിടിച്ചോണ്ടു. അതിന് തടസ്സം നിന്നാൽ എല്ലാത്തിനും ഞാൻ ചീത്ത വിളിച്ച് നാറ്റിക്കും. അതിനൊന്നും ഇടവരുത്താതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എന്റെ ക്ലാസ് മോശമാണെങ്കിൽ അത് പറ, സ്വഭാവം ചീത്താണെങ്കിൽ അത് പറ. ഇതൊരുമാതിരി. മോഹൻദാസേ, സ്ഥാപനത്തിനൊരു നല്ല പേരുണ്ടാക്കി ഇതൊന്ന് വിപുലീകരിച്ച് ഒരു നേരമെങ്കിലും കഞ്ഞിവെള്ളം കുടിച്ച് ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ വെച്ച് തല്ലും പിടിയും ഉണ്ടായാൽ സ്ഥിതി എന്താവും? ക്ലാസ്സിലൊന്നും കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരില്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പലരും പിന്മാറിപ്പോകുന്നറിയാമല്ലോ. ഈ അടിപിടി കൂടി ആയാൽ ഇപ്പോഴുള്ള പെമ്പിള്ളേരും കൂടി വരാതെയോ. അതോടെ കച്ചവടം മതിയേക്ക് കട അടയ്ക്കേണ്ടി വരും. ഇത്രയും നല്ലൊരു അവസരം ആരെങ്കിലും കളയോ മാഷെ? ഇവരൊക്കെ പറയുന്ന കേട്ടു മാഷിന് പേടിയാണെന്ന്. നേരാണോ? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? പ്രശ്നം അത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ അഹിംസ ഉണ്ടല്ലോ, ആരെയും തല്ലുന്നതും കൊല്ലുന്നതും എനിക്കിഷ്ടമല്ല. അഹിംസ. അതെ, സത്യമായിട്ടും ഞാനൊരു അഹിംസാവാദിയാ. അപ്പൊ ഒരു കാര്യം ചെയ്യും, മാസ് പൊക്കോളൂ. ഏതെങ്കിലും കളവ് കേസിൽപ്പെട്ട് പോലീസ് സ്റ്റേഷന് വരുമ്പോ അവിടെ വെച്ച് കാണാം. നിങ്ങളെയൊക്കെ ഇത്ര പെട്ടെന്ന് വിട്ടിട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നില്ല മാത്തച്ഛ മാഷെ, സുധാകരൻ മാഷെ, മാഷേ, മൂന്നം മാഷെ. നിന്റെ ഈ തട്ടിപ്പ് സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, പോയി രക്ഷപ്പെടാൻ നോക്കും. അപ്പോഴേ ഞങ്ങൾ ക്ലാസ് തുടങ്ങാം. മാസ്റ്റർ ചെന്നാട്ടെ. അപ്പൊ രക്ഷയില്ലേ? ഇല്ല ഇല്ല ഇല്ല.